മഹല്ല് സംഗമത്തിൽ ഞാൻ പറയുമ്പോൾ നമ്മുടെ നാട്ടിലേക്കും അരിച്ചരിച്ച് ഇത്തരത്തിലുള്ള പ്രകൃതികൾ വന്നുകൊണ്ടേയിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ തലമുറയിലേക്ക് എങ്ങനെയാണ് വാല്യൂസിനെ എംബഡ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് അവരെ ഇംപൈബ് ചെയ്യാൻ പറ്റുക, അവരെ ഉയർത്തിക്കൊണ്ടുപോകാൻ പറ്റുക, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പുതിയ തലമുറയെ നമ്മുടെ കയ്യിൽ കിട്ടേണ്ടത് എങ്ങനെയാണ്? പ്രിയപ്പെട്ട ഉമ്മമാർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. ദയവ് ചെയ്ത് കുട്ടികളെ ഇമ്പോസ് ചെയ്ത് വളർത്തരുത്. ഇമ്പോസ് ചെയ്ത് വളർത്തുക എന്ന് പറഞ്ഞാൽ, ഞാൻ ചില ടെർമിനോളജികൾ ഉപയോഗിക്കാം. ടെർമിനോളജി നല്ലതാണ്. ഒരു ടെർമിനോളജി ഉപയോഗിക്കുമ്പോൾ അതിന് കുറേ വിശദീകരണങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇമ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുത്തിച്ചെലുത്തിയിട്ട് ദീന് നടപ്പിലാക്കുന്നതിൻ്റെ പേരാണ് ഇമ്പോസ്. എണീക്കട, നിസ്കരിക്കട, അങ്ങനെ ചെയ്യട, ഇങ്ങനെ ചെയ്യട. അല്ലെങ്കിൽ കുട്ടി മൊബൈൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ വാങ്ങൽ, നിനക്കാൻ തരൂല, ജീവിതത്തിൽ ഇനി ആ തരൂല. ഇതൊക്കെ ഇമ്പോസിങ് ആണ്. കുട്ടികളുടെ ഉള്ളിൽ നിന്നും ഇൻസ്പയറിംഗ് ആയിട്ട് ദീന് വരണം. ഇൻസ്പയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിൽ നിന്ന് ആന്തരികമായിട്ട് എനിക്ക് ഇങ്ങനെയാകണമെന്ന് തോന്നുന്നത് വരെ ഒരാൾ ദീനിയാവുകയില്ല. എത്ര കാലമാണ് ഒരാളെ ഇമ്പോസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക? നിസ്കരിക്കാത്തൊരു കുട്ടിയെ നിസ്കരിക്കടാ എന്ന് പറഞ്ഞ് എത്ര വട്ടം നമുക്ക് നിസ്കരിപ്പിക്കാൻ പറ്റും? അപ്പോൾ അവൻ എന്ത് ചെയ്യണം? ഇമ്പോസിൽ നിന്നും ഇൻസ്പയറിങ്ങിലേക്ക് മാറ്റണം. ഇൻസ്പയറിംഗ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്നൊരവസ്ഥയിലേക്ക് എത്തണം. അത് നിർബന്ധമാണ്. പഴയ കാലത്തൊക്കെ നമുക്കൊക്കെ, ഇപ്പോൾ ഹുസൈൻ സാഹിബ് ഇവിടെ ഉണ്ട്, എന്നെ ക്ഷണിച്ചത് ഹുസൈൻ സാഹിബാണ്. ഞങ്ങൾ പഴയ കൂട്ടുകാരനാണ്. ആൾ ചിലപ്പോൾ ഉയരത്തിൽ കമ്മിയാണെങ്കിലും മാഷാഅല്ലാഹ് എൻ്റെ പ്രിയങ്കരനായ കൂട്ടുകാരനാണ്. ഞാൻ സത്യത്തിൽ ആരോ വിളിച്ചപ്പോൾ വരാൻ കഴിയില്ല, എനിക്ക് വിദേശത്തേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ മൂപ്പരുടെ വിളിയിലാണ് ഞാൻ തളർന്നത്. കാരണം ഞങ്ങളൊരു പായൽ കിടന്നുറങ്ങിയിട്ടുണ്ട്, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. 16-17 വയസ്സുള്ളപ്പോൾ അല്ലേ? നമുക്ക് 16-17 വയസ്സാണെന്നുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സായെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, എനിക്കന്ന് അത്രേ ഉള്ളൂ. അപ്പോൾ 16-17 വയസ്സുള്ളപ്പോൾ ഞങ്ങളൊരു ക്ലാസ്സിലുണ്ടായിരുന്നു. ഡെയിലി പ്രസംഗങ്ങൾ, ഡെയിലി പുസ്തകങ്ങൾ വായിക്കൽ, ഖുർആൻ്റെ തഫ്സീറുകൾ പഠിക്കൽ, ഹദീസുകൾ പഠിക്കൽ, അതേപോലെ തന്നെ ഇന്ത്യ ചരിത്രം പഠിക്കൽ, ലോക ചരിത്രം പഠിക്കൽ, ഇസ്ലാമിക ചരിത്രം പഠിക്കൽ, ഫിലോസഫി പഠിക്കൽ, സൈക്കോളജി പഠിക്കൽ. അങ്ങനെ ഒരു വലിയ പഠന മേഖലയിലൂടെ 6-7 കൊല്ലം ഞങ്ങൾ കടന്നുപോയി. വല്ലാണ്ടൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ. അപ്പോൾ ആ പഠിക്കുന്ന സമയത്തൊക്കെ മൂപ്പര് പിന്നെ ഓർഗനൈസ് ചെയ്യാനാണ് നിൽക്കുക, അതിനൊക്കെ തെർത്തീബാക്കാനാണ് നിൽക്കുക, നമ്മൾ പിന്നെ പഠിക്കാനും ക്ലാസ് എടുക്കാനും നിൽക്കുക. ഏതായിരുന്നാലും ശരി, അങ്ങനെ ഒരു കാലം കടന്നുപോയി. അതൊന്നും ഞങ്ങളുടെ വാപ്പമാർ കൊണ്ടുപോയി ചേർത്തതല്ല. നമ്മുടെ ഉപ്പയെ നമ്മൾ അങ്ങേയറ്റം പിന്നെ അനുമോദിക്കുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഉപ്പ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ആരും കൊണ്ടുപോയി ചേർത്തതല്ല. അങ്ങനെ ആകണമെന്ന് ഞങ്ങൾക്ക് എപ്പോഴോ സ്വയമേവ തോന്നിയതാണ്. ഇങ്ങനെയൊക്കെ പഠിക്കണം, ഇങ്ങനെ ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം. ആരും നമ്മളോട് പറഞ്ഞതല്ല, ആരും പറഞ്ഞതേ അല്ല. ഒരു വേള ഞങ്ങൾ ബസ് കയറുന്നു, അവിടെ ഇറങ്ങുന്നു, അദ്ദേഹത്തോട് പോയിട്ട് ചോദിക്കുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞ വായനയുടെ ലോകത്തിലേക്ക് കടക്കുന്നു. ഞങ്ങൾ സ്വന്തമേ അവിടെ പോയതാണ്. ഇതേപോലെ ഞങ്ങളെക്കുറിച്ച് പറയല്ല, ഇതേപോലെ ആധുനിക കാലഘട്ടത്തിലെ കുട്ടികൾക്ക് അങ്ങനെ പോകാനുള്ള വഴികളാണ് നമ്മൾ തുറന്നു കൊടുക്കേണ്ടത്. മഹല്ലിൽ എപ്പോഴും, ഈ മഹല്ലിലല്ല കേട്ടോ, മഹല്ലിൽ എപ്പോഴും ഒരു പ്രസിഡന്റ് ഉണ്ടാവും. അദ്ദേഹം ഒരു പക്ഷേ എല്ലാ മഹല്ലിനെയും കഥയല്ല, എല്ലാ മഹല്ലിലും നല്ല നല്ല മനുഷ്യന്മാരാണ്. ഏതെങ്കിലുമൊക്കെ മഹല്ലിൽ ഒരു പക്ഷേ ഒരു താപ്പാനയായ ഒരു പ്രസിഡന്റ് ഉണ്ടാവും. അദ്ദേഹം ഉള്ളിടത്തോളം കാലം ചിലപ്പോൾ വേറെ ആൾക്ക് പ്രസിഡന്റ് ആകാൻ പറ്റൂല. ഇവിടുത്തെ പ്രസിഡന്റിന്റെ കഥ ഒന്നുമല്ല പറഞ്ഞു കേട്ടോ, പ്രശ്നം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. ഇന്നും പത്രത്തിൽ ഞാൻ വായിച്ചു, മഹല്ലിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന, ഇന്നത്തെ പത്രത്തിലുണ്ട്, ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ട്, മഹല്ലിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ആ മഹല്ല് പ്രസിഡന്റുമായ വൈസ് പ്രസിഡന്റുമായ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ടോട്ടൽ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ആ മഹല്ലിൻ്റെ പ്രസിഡന്റ്, അയാൾക്ക് ഇന്ന് കുത്തേറ്റ് മരിച്ചു. ഇന്നത്തെ പേപ്പറിലുണ്ട്. ഒരു മഹല്ലിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ ഈ പ്രശ്നപരിഹാരം എന്ന് പറയുമ്പോൾ അതിൽ പോലും ഞാൻ അങ്ങനെ നിങ്ങളെ ഉപദേശിക്കാനൊന്നും വന്നതല്ല. നമ്മളെ ആവശ്യപ്പെടുമ്പോൾ മാത്രമേ പ്രശ്നപരിഹാരത്തിൽ ഇടപെടാൻ പറ്റുള്ളൂ. നമ്മൾ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ എന്താവും, ആകെ പ്രയാസങ്ങളായി മാറും. കാരണം അവർക്ക് തോന്നണം ഞങ്ങൾക്ക് മാറണമെന്ന്. കൗൺസിലിങ്ങും അങ്ങനെ തന്നെയാണ്. കൗൺസിലിംഗ് നമ്മൾ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്. അവർക്ക് രണ്ടുപേർക്കും തോന്നുകയാണെങ്കിൽ അത് സക്സസ് ആവും. അല്ല നമ്മൾ അങ്ങോട്ട് ഒരു പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ട് എന്ന് കേട്ടല്ലോ, അതിനിപ്പോൾ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കും ചിലപ്പോൾ. അപ്പോൾ അവരെ ആ പാകത്തിലേക്ക് കൊണ്ടുവരാൻ നിർബന്ധമാണ്. പ്രത്യേകിച്ച് നമ്മൾ കുടുംബക്കാരുടെയൊക്കെ ഇതിൽ ബന്ധപ്പെടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമുക്ക് ചിലപ്പോൾ എളാപ്പയാകാം, അല്ലെങ്കിൽ മൂത്താപ്പയാകാം, അല്ലെങ്കിൽ അമ്മോനാകാം. നമുക്ക് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അവരുടെ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ട് അവസാനം എല്ലാവരും കൂടി നമ്മൾ എതിർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യം വരും. അപ്പോൾ എന്ത് ചെയ്യണം? മഹല്ലടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ബോഡി ഉണ്ടാകണം.
ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടാകുമായിരിക്കും. അതിന് തർക്ക പരിഹാര കോടതി എന്നൊന്നും പേരിടണ്ട, പോസിറ്റീവായിട്ടുള്ള പേരിട്ടാൽ മതി. പോസിറ്റീവായിട്ടുള്ള പേര്. ഫോർ എക്സാമ്പിൾ, ഒരു മഹലിൽ അതിൻ്റെ പേര് ലൈഫ് ഇംബൈബിംഗ് എന്നാണ്, ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നു. അതാണ് കൗൺസിലിംഗ് ഡെസ്കിൻ്റെ പേര്. ലൈഫിനെ എന്താക്കുന്നു? ഒന്നും കൂടി ഉഷാറാക്കുന്നു. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കരുത് ഒരിക്കലും എന്താണെന്ന്, അത് നെഗറ്റീവായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വരികയാണ്. കോട്ടയം, പത്തനംതിട്ട ഭാഗത്തേക്കൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ അവിടെ ആളുകൾ വിളിക്കും. ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ വിളിച്ചോളൂ, സാർ നിങ്ങളുടെ ട്രെയിന് തിരിച്ച് 9 മണിക്കാണല്ലോ, നിങ്ങളുടെ പരിപാടി ഇന്ന സമയത്ത് തീരുമല്ലോ, വൈകുന്നേരത്തെ പരിപാടിയാണെങ്കിൽ 6 മണിക്ക് തീരുമല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 മണിക്കൂർ സമയം സാറിനൊന്ന് വന്ന് കാണാൻ പറ്റുമോ, ഒരു അരമണിക്കൂർ മതി എന്നൊക്കെ പറയും. എന്താ കാര്യം? ഇല്ല സാറേ, കൗൺസിലിംഗ് ഒന്നുമല്ല, ഞങ്ങൾക്ക് ജസ്റ്റ് വന്ന് കാണാനാണ്. അങ്ങനെ വന്നിട്ട് കാണും. നമ്മൾ താമസിക്കുന്ന ഏതെങ്കിലും വീട്ടിലവർ വന്ന് കാണും. അങ്ങനെ വന്ന് കാണുമ്പോൾ അവർ പറയും, സാർ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി സുന്ദരമായിട്ട് ജീവിക്കുന്നു, ഭാവിയിൽ ഞങ്ങൾ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ പേരാണ് കൗൺസിലിംഗ്. അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മാത്രം നടത്തുന്നതിൻ്റെ പേരല്ല കൗൺസിലിംഗ്. ഞങ്ങൾ ഭാവിയിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ, ഒരു സൈക്കോളജിക്കൽ വിഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളോട് ചോദിക്കുന്നത് പ്രൊആക്റ്റീവ് കൗൺസിലിംഗ് ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹലിലൊരു വിഷയമുണ്ടായാൽ അവനെ ഒറ്റപ്പെടുത്തി, അവനെ കുറ്റപ്പെടുത്തി, അവനെ തളർത്തിയിരുത്തി അങ്ങനെ പരിഹരിക്കേണ്ടതല്ല കാര്യം. മിക്ക ഇത്തരത്തിലുള്ള ഇതിലും ഒരു മഹലിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് അവകാശപ്പെടുന്നവരോ രണ്ടുപേരും കൂടിയാൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ കച്ചവടത്തിൻ്റെ പേര് തെറ്റിയ ആൾക്കാരായിരിക്കും അപ്പുറത്തുണ്ടാകുക. ഇയാൾക്ക് പേഴ്സണലി എന്തെങ്കിലും എതിരുള്ള ആളായിരിക്കും അപ്പുറത്തുണ്ടാവുക. അവർ തമ്മിലുള്ള എതിർപ്പ് വരെ ചിലപ്പോൾ ഇവരുടെ ജീവിതത്തെ ബാധിക്കും. അപ്പം ഞാൻ പറയുന്നത്, അതിനെപ്പറ്റി നന്നായിട്ട് ടാക്ടിക്സ് അറിയുന്ന നല്ല ആളുകൾ കൗൺസിലിങ്ങിന്, അത് തന്നെ ഒരു നല്ല പ്രൊഫഷണൽ കൗൺസിലറാണെന്ന് വിചാരിക്ക്. പക്ഷേ നമ്മുടെ എളാപ്പാൻ്റെ മോള് മൂത്താപ്പാൻ്റെ മോളാകുമ്പോൾ മൂത്താപ്പാക്ക് നമ്മൾ മക്കളായിരിക്കും, അമ്മോനെ നമ്മൾ മക്കളായിരിക്കും. അപ്പോൾ അത് സത്യത്തിൽ വിജയിക്കൂല. അപ്പം നമ്മൾ പുറത്തേക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, ഞാൻ അതിൻ്റെ തുടക്കത്തിലേക്ക് തന്നെ പോവാം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ സുന്ദരമായിട്ട് അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഇൻസ്പയറിങ്. എന്താണ് ഇൻസ്പയറിംഗ് എന്ന് പറഞ്ഞാൽ? വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ, അധികം നേരത്തേക്ക് ഞാൻ സംസാരിക്കുന്നില്ല. ഇൻസ്പയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ദീനിയായ ആവേശം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഇൻസ്പയർ ചെയ്തിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഇമ്പോസ് ചെയ്തിട്ടൊരു കാര്യം സംസാരിച്ചിട്ടില്ല. ഇമ്പോസ് ചെയ്തിട്ട് സംസാരിച്ചിട്ടേ ഇല്ല എന്ന് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മളോട് പറയുന്നു. കാരണം എന്താവശ്യമെന്ന്, എന്തുകൊണ്ടാണ് നീ ഇന്നത് ചെയ്താൽ അത്ര കൂലി ഉണ്ടാവും, ഇന്നത് ചെയ്താൽ ഇത്ര പ്രതിഫലം ഉണ്ടാവും, ഇന്നത് ചെയ്താൽ സ്വർഗത്തിൽ ഇങ്ങനെ ഉണ്ടാകും, സ്വർഗത്തിൽ നമ്മൾ രണ്ടുപേരും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്നത്, ദാറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഇൻസ്പിരേഷൻ. ഇൻസ്പയറിംഗ് ആണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ എന്താക്കണം? പുതിയ തലമുറയിലെ മക്കൾ ഒരു പക്ഷേ അവർ എന്തെങ്കിലും ഒരു രീതിയിൽ അവരുടെ ഡ്രസ് കോഡൊന്ന് മാറിയിട്ടുണ്ടാകും, അവരുടെ ഹെയർ സ്റ്റൈൽ മാറിയിട്ടുണ്ടാകും, അവരുടെ മുടിയൊക്കെ ചിലപ്പോൾ അവർ വെട്ടുന്നത് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഫുട്ബോളറുടെ രീതിയിലായിരിക്കാം. അതിനെയൊക്കെ അംഗീകരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനെ ഒറ്റയടിക്ക് കഷ്ണമാക്കുകയോ ചെയ്യരുത്. അവിടെയാണ് നമ്മൾ ഡിപ്ലോമാറ്റിക്കലി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത്. എന്താ ഡിപ്ലോമസി? ഇമോഷണലായിട്ട് അഥവാ വൈകാരികമായിട്ടൊരു കാര്യം കൈകാര്യം ചെയ്യലും വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് കൈകാര്യം ചെയ്യലും രണ്ടാണ്. ഡിപ്ലോമാറ്റിക്കായിട്ട് ആർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുവോ അവർ സക്സസ് ആവും. ഉദാഹരണത്തിന് മകൻ, ഇപ്പം നമുക്കൊക്കെ മക്കളുണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ. നിങ്ങൾ ക്യാമറയിൽ പകർത്തുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ അങ്ങനെ തോന്നുന്നില്ല. എന്നാലും മാഷാ അല്ലാഹ് നമുക്ക് എൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ വളർത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു നോ പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല, ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും എൻ്റെ കാറ് തുടച്ചു തന്നത് ഒരു മോനാണ്, മൂത്ത മോനാണ്. രണ്ടാമത്തത് എൻ്റെ ഇസ്തിരി ഇട്ട് തരുന്നത് രണ്ടാമത്തെ മോനാണ്. ഞാൻ അവരെ അടിമയാക്കി വെച്ചിട്ടൊന്നുമില്ല. അവരടിച്ചത് അവർക്ക് ഓർമ്മയുണ്ടാകില്ല, അവർക്കൊരിക്കലും വഴക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടാകില്ല. കാരണം എന്താ, നമ്മൾ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നതാണ്. ഞാൻ എന്നെപ്പറ്റി പറയല്ല. കുട്ടികളോട് എപ്പോഴും ഫ്രണ്ട്ലി ആയിട്ട് നിന്നാൽ അവർ നമ്മൾ പറയുന്നത് കേൾക്കും, നമ്മൾ പറയുന്നത് പോലെ അവർ ചെയ്യും. എപ്പോഴും ഒരു സുഹൃത്തിനെയാണ് അവർക്ക് ആവശ്യം. ഒരു ഭയങ്കര മർക്കടമുഷ്ടിക്കാരനായ ഒരു പിതാവിന് അവർക്ക് ആവശ്യമില്ല. കാരണം മർക്കടമുഷ്ടിക്കാരായ അധ്യാപകർ അവരൊരിക്കലും അംഗീകരിക്കില്ല. പഴയ കാലത്തൊക്കെ അധ്യാപകർ പറയാറുണ്ട്, ഞാനെങ്ങാണ്ട് ഇറങ്ങിയ കുട്ടികളൊക്കെ നിശബ്ദമാകും. അധ്യാപകരാരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാൽ കുട്ടികളൊക്കെ നിശബ്ദമാകും. അത് നല്ലൊരു അധ്യാപകനല്ല. കാരണം അധ്യാപകനെ പേടിക്കുകയല്ല ചെയ്യേണ്ടത്, അധ്യാപകനെ സ്നേഹിക്കുകയാണ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് നല്ല അധ്യാപകരും കഴിഞ്ഞു പോയിട്ടുണ്ടാവുമല്ലോ. 1500 കുട്ടികളൊക്കെ ഉള്ള കോളേജ് നമുക്കുണ്ടായിട്ടുണ്ട്. അധ്യാപകരിങ്ങനെ നല്ല അധ്യാപകർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓരോ ക്ലാസ്സിൽ നിന്ന് സാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ കാണിക്കും.
അതാണ് ശരിക്കും നല്ലൊരു അധ്യാപകൻ. കാരണം കുട്ടികൾക്ക് എപ്പോഴും അപ്രോച്ചബിളായ, അവൈലബിളായ, സ്നേഹനിധിയായ അധ്യാപകനായി നമ്മൾ മാറണം. എൻ്റെ ഉസ്താദ് എനിക്ക് ചെറിയ കുട്ടിക്കാലത്ത് മീൻസ് മദ്രസ കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ കിതാബുകൾ ഓതി തന്നത് നിങ്ങളുടെ ഈ നാടിൻ്റെ തൊട്ടപ്പുറത്തുള്ള അബൂബക്കർ ഫൈസിയാണ്. അദ്ദേഹം ആ നാട്ടിലെ കാദി കൂടിയായിരുന്നു. ഈ അടുത്തിടെ ഈ ലോകത്തോട് വിട പറഞ്ഞു. അബൂബക്കർ ഫൈസി സാബ് നല്ലൊരു ഉസ്താദായിരുന്നു. പാടത്തിൻ്റെ അപ്പുറത്തുനിന്ന് കണ്ടാൽ, പാടം കുറേ കഴിഞ്ഞിട്ടാണ് ഇപ്പുറമുള്ളത്, വലിയ പാടാണ് കോന്നല്ലൂർ പാടം. ഹൈദരലി ശിഹാബ് തങ്ങളൊക്കെ അവിടെ അതിർസോതി പഠിച്ചത്. അവിടെ നിന്ന് കണ്ടാൽ ഇവിടെ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. അതൊരു സ്നേഹത്തിൻ്റെ എഴുന്നേറ്റ് നിൽക്കലായിരുന്നു. ഉസ്താദിനെ പേടിച്ചിട്ടായിരുന്നില്ല, സ്നേഹത്തിൻ്റെ എഴുന്നേറ്റ് നിൽപ്പ്. അങ്ങനെയുള്ള ആളുകൾക്ക് ശിഷ്യന്മാരോടൊരു വല്ലാത്തൊരു ബന്ധം ഉണ്ടാവും, ശിഷ്യന്മാർക്ക് അവരോടും വല്ലാത്തൊരു ബന്ധം ഉണ്ടാവും, വല്ലാത്തൊരു ബന്ധം. ഞാൻ എപ്പോഴോ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ടത്, എനിക്ക് മറക്കാൻ പറ്റാത്ത രംഗങ്ങളാണ്. മനുഷ്യന്മാർക്ക് ഇത്രമാത്രം ഈമാനികമായ ആവേശമുണ്ടാകുമോ എന്നതാണ്. ഒരു ദിവസം നിങ്ങൾ വിട്ടേക്ക്, ഒരു ദിവസം ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ഇങ്ങനെ ഇരുന്ന്, എൻ്റെ ജ്യേഷ്ഠനുണ്ട്, ഞങ്ങളിങ്ങനെ പറയാം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഉസ്താദിനൊന്ന് കാണാൻ പോയാലോ. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോന്നിട്ട് ഏകദേശം 10-15-18 കൊല്ലമായി. പിന്നെ ഞങ്ങളെ നാട്ടിൽ പോയിട്ടൊന്നുമില്ല. ഉസ്താദിനെ തിരഞ്ഞു പോകാനും പറ്റിയിട്ടില്ല, കാരണം അങ്ങനെയാണല്ലോ പിന്നെ കാലങ്ങൾ പോവുക. ഒരു ദിവസം ഞാൻ പറഞ്ഞു നമുക്ക് ഉസ്താദിനൊന്ന് കാണാൻ പോയാലോ, അബൂബക്കർ ഫൈസിനെ കാണാൻ പോയാലോ. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ഇപ്പം കാണാൻ പോകണ്ട, നമുക്ക് പിന്നെ റിസാക്കിയാലോ. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനും ഞാനും പറഞ്ഞാൽ ഇപ്പം പോവാം, നമുക്കൊരു ഒഴിവ് കിട്ടിയതല്ലേ. അങ്ങനെ ആ വീട്ടിൽ ഞങ്ങളെത്തി, ഫൈസിയുടെ വീട്ടിലെത്തി. ഫൈസിയുടെ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ആകെ അന്തം വിട്ടൊരു ചെറിയ കുടിൽ പോലത്തെ ഒരു വീട്. എത്രയോ അദ്ദേഹത്തിന് പിരിവുകൾ നടത്തിയിട്ട് വലിയ വീടുകൾ വെക്കാമായിരുന്നു. ഭയങ്കര സങ്കടം തോന്നി. കോളിംഗ് ബെല്ല് നെക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു, അകത്ത് നിന്ന് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു ഉസ്താദ് ഇവിടെ ഇല്ല, ആശുപത്രിയിലാന്ന് പറഞ്ഞു. അപ്പം മിംസിലാണ്. ആശുപത്രിയിലേക്ക് പോയി. അവിടെ പോയപ്പോൾ തലക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. എന്നിട്ട് അന്നെന്താണെന്നറിയോ, അന്ന് ഇതുമാണ്, ഡിസ്ചാർജാണ്. ഡിസ്ചാർജിൻ്റെ ബില്ലും വാങ്ങിയിട്ട്, അദ്ദേഹത്തിന് കുറേ പെമ്മക്കളാണ്, ലാസ്റ്റ് ഒരു ആൺകുട്ടിയാണ്. ആ ആൺകുട്ടി ഇങ്ങനെ ആ ബില്ലും പിടിച്ചിട്ട് നിൽക്കുകയാണ്. ഏത് ബില്ല്? ഇവർ എഴുതി കൊടുത്തിട്ടുള്ള എത്ര 80,000-90,000 രൂപയുടെ ബില്ലും പിടിച്ചിട്ട് എന്താ കാട്ടുക പഠിച്ചോനെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പഴയ ശിഷ്യന്മാരൊക്കെ പടെ കയറി ചെല്ലുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ കയറി ചെന്ന് ഉസ്താദിനോടൊക്കെ സംസാരിച്ചു. ഉസ്താദിന് അധികം സംസാരിക്കാനും പറ്റുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഞാൻ ഈ മോനോട് ചോദിച്ചു, മോനെ ഡിസ്ചാർജ് ആയില്ലേ, പൈസ കയ്യിലെന്തെങ്കിലും? ഇവനൊരൊറ്റ കരച്ചില്ല, പാവൊരു ഉസ്താദ് കുട്ടിയാണ്. അപ്പോൾ ആ സുഹൃത്തുക്കളെല്ലാവരും കൂടി എന്തൊക്കെയോ ചെയ്തിട്ട് അത് കൊടുക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത്, ഒരു മനുഷ്യൻ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ദീനീപരമായി ഒരു കൂട്ടരെ വളർത്തിയെടുത്താൽ, നമ്മളത്ര ദീനിയാന്ന് പറയല്ല, വളർത്തിയെടുത്താൽ കാലങ്ങൾക്ക് ശേഷം അവരുടെ മനസ്സുകളിൽ തോന്നിപ്പിക്കും ഇപ്പം അദ്ദേഹത്തെ പോയി കാണണമെന്ന്. ആ കാണൽ കണ്ടതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഈ കാര്യങ്ങളുണ്ടായത്. നമ്മൾ സഹായിച്ചതിൻ്റെ, ഞാൻ കാര്യമായിട്ടൊന്നും സഹായിച്ചിട്ടില്ല, കൂടെ വന്നവർ സഹായിച്ചതാണ്. ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഓരോ മനുഷ്യനും നിഷ്കളങ്കമായി മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ ആ മക്കളിൽ നിന്ന്, അത് തൻ്റെ ശിഷ്യന്മാരാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മക്കളാവട്ടെ, ആരായിരുന്നാലും ആ കുട്ടികളുടെ മനസ്സിലത് നിഴലിച്ചിരിക്കും. ആ കുട്ടികൾ ചിലപ്പോൾ മോശക്കാരായാൽ പോലും അവരുടെ മനസ്സിലത് നിഴലിച്ചിരിക്കും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വന്തം മക്കളെ വളർത്തായാലും, നമ്മുടെ മയ്യത്തിനിങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കൾ കൈകെട്ടുമ്പോൾ അവനിങ്ങനെ കൺഫ്യൂഷനിലാകരുത്. പണ്ട് മദ്രസയിൽ പഠിച്ചത് 4 തക്ബീറാണ്, അപ്പം അതിലെന്തൊക്കെയാ ചെല്ലേണ്ടതെന്ന് ആലോചിച്ചിട്ട് അത് ചെല്ലലല്ല അവൻ്റെ പണി, അതെന്നെയാണ് ചെല്ലേണ്ടത്. പക്ഷെ തൻ്റെ പിതാവ് തന്നെ കുളിപ്പിച്ച, തന്നെ വളർത്തിയ തൻ്റെ പിതാവാണ് ഈ കിടക്കുന്നത് എന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ഉയർത്തുമ്പോഴേക്ക് കണ്ണീരിങ്ങനെ ഒഴുകി ഒഴുകി അവൻ നിസ്കരിക്കാൻ, ഇമാമത്ത് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൻ്റെ സങ്കടങ്ങൾ വന്ന് അള്ളാഹുവിൻ്റെ അർശിനെ പിടിച്ച് കുലുക്കുന്നൊരവസ്ഥയിലേക്ക് സ്വന്തം മക്കൾ എത്തുന്നത് വരെ നമ്മുടെ കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ വളർത്തിയേ പറ്റൂ. അതല്ലാതെ ഏതെങ്കിലും കോലത്തിലോ ഏതെങ്കിലും ഭാവത്തിലോ അല്ല. അതിന് ഞാൻ പിടിച്ചു മുറുക്കി ഇങ്ങനെ തന്നെ ആകണം, അങ്ങനെ തന്നെ ആകണം എന്ന് പഠിപ്പിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഏത് മേഖലയിൽ പോട്ടെ, കുട്ടികൾ ഡോക്ടറാവട്ടെ, കുട്ടികൾ എഞ്ചിനീയർ ആവട്ടെ, അവർ കലക്ടറാവട്ടെ, എന്തുമാകട്ടെ, അതിലൊക്കെയും അവർ ദീന് കൊണ്ടുവരിക എന്നതാണ്. ആ ഒരു രീതിയിൽ പുതിയ തലമുറയെ നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഞാൻ അടക്കമുള്ള രക്ഷിതാക്കളോടാണ്, സ്ത്രീകളോട്. നമ്മളെല്ലാവരും അറിയാതെ കുട്ടികൾ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അകറ്റുന്നില്ല. മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഭക്ഷണം ഉണ്ടാക്കലൊക്കെ ലാസ്റ്റ് ഗ്രേഡാണ്. മക്കളെ വളർത്തുന്നതിന് 4 മേഖലകളുണ്ട്. ഒന്ന് അവരുടെ സ്പിരിച്വലാണ്, ആത്മീയപരമായി മക്കളെ വളർത്തണം. നമ്പർ 2 ഇൻ്റലക്ച്വലാണ്, ബുദ്ധിപരമായി നമ്മുടെ മക്കളെ വളർത്തണം. നമ്പർ 3 ഇമോഷണലാണ്, ഹൃദയപരമായി വിശാലതയിൽ നമ്മുടെ കുട്ടികളെ വളർത്തണം. നമ്പർ 4 ഫിസിക്കലാണ്, അഥവാ ശാരീരികപരമായി നമ്മുടെ മക്കളെ വളർത്തണം. ഈ 4 വളർത്തലാണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തേണ്ടത്. ഞാൻ മഹല്ലരോടൊപ്പം സംസാരിക്കുന്നത്. ഒന്നാമത്തത് സ്പിരിച്വലാണ്. അള്ളാഹുവിലേക്ക് അവരെ അടുപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു? അള്ളാഹുവിനെ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി
നമ്മൾ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തു. ഇപ്പോൾ കുട്ടികളൊക്കെ പഠിച്ചവനെ പേടിക്കുമ്പോൾ ഒരു ആരാധന വരാറുണ്ട്. പക്ഷെ സ്നേഹിക്കുമ്പോൾ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ അവനക്ക് തോന്നും. അള്ളാനെ സ്നേഹിക്കാതെ പേടിച്ചുകൊണ്ട് തഹജ്ജുദിന് എണീക്കാൻ പറ്റൂല. പേടിച്ചുകൊണ്ട് ചെയ്യൽ 5 വക്ത് നിസ്കാരമാണ് അല്ലേ ഉസ്താദെ? സ്നേഹം വരുമ്പോഴാണ് തഹജ്ജുദിന് എഴുന്നേൽക്കുക, സ്നേഹം വരുമ്പോഴാണ് സുന്നത്ത് നോമ്പുകൾ നമ്മൾ നോൽക്കുക. സ്നേഹമാണ് നമുക്ക് അള്ളാഹുവിനോട്. കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞതും അശദ്ദു ഹിബ്ബൻ ലില്ലാ, അതികഠിനമായി അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ സ്പിരിച്വലി നമ്മൾ വളർത്തണം. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇവിടെ അഡ്വക്കേറ്റ് സാഹിബ് സംസാരിച്ചല്ലോ ഈ മയക്കുമരുന്നിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ മൊബൈൽ ടെക്നോളജിയെ കുറിച്ചിട്ട്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ലോകത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാതെ, മദ്യം ഉപയോഗിക്കാതെ? ഞാൻ ഒരു സ്റ്റേറ്റ് ലെവലിൽ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു നമ്മുടെ എറണാകുളത്ത്. വി.ഡി. സതീശൻ സാറായിരുന്നു എൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തു. കാരണം നമ്മൾ ഈ മയക്കുമരുന്നിൻ്റെയോ മദ്യത്തിൻ്റെയോ അല്ലെങ്കിൽ വൈനോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റേ അതിന് ചെറിയ സാധനം ഉണ്ടല്ലോ, ഇതൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാരും കാണാത്ത ആൾക്കാരുമാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചേ പറ്റൂ. പുകവലി പോലും ശീലമാക്കാത്ത ആൾക്കാർ പിന്നെ എന്ത് മയക്കുമരുന്നിനെ കുറിച്ച് പറയാനാണ്? അപ്പോൾ മയക്കുമരുന്നിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ അംശങ്ങളെക്കുറിച്ചും പഠിക്കണം, അതെങ്ങനെ കുട്ടികളിലേക്ക് വരണമെന്ന്. ഞാനതൊക്കെ പഠിച്ചിട്ട് ആ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരു ഏകദേശം 2 വർഷം മുമ്പാണ്, കൊറോണ കഴിഞ്ഞ ആ ഒരൊറ്റ സമയത്താണ്. ആ സമയത്ത് ഞാനൊരു ലേഖനം കണ്ടു, UK ഇറങ്ങിയ ഒരു ലേഖനമാണ്. ആ ലേഖനത്തിൽ പറയുന്നത് മയക്കുമരുന്നിൽ നിന്ന് ഈ ലോകത്തിലെ പല ആളുകളും പിന്നോട്ട് നിൽക്കുന്നത് സൈക്കോളജിസ്റ്റുകളുടെ കൗൺസിലിങ്ങുകൾ കൊണ്ടല്ല. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, സൈക്കോളജിസ്റ്റുകൾ കൗൺസിലിംഗ് നടത്തിയാൽ ഇതൊക്കെ പാടെ എന്തോ ആകും എന്നുള്ളത്. ആകുമായിരിക്കും, പക്ഷെ അതല്ല 1ാം നമ്പർ. സോഷ്യോളജിസ്റ്റുകളുടെ സോഷ്യൽ റിഫോർമേഷൻ കൊണ്ടല്ല. ഇതേപോലെ തന്നെ വലിയ വലിയ സോഷ്യൽ ആക്ടിവിസ്റ്റുകളുടെ ഒരു സോഷ്യൽ ആക്ഷൻ കൊണ്ടല്ല. ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് രാജ്യത്തിൻ്റെ നിയമങ്ങൾ കൊണ്ടല്ല. ഉള്ളിലൊരു ഇൻസ്പിരേഷൻ വന്ന് ഇതെനിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തോന്നുന്ന സ്പിരിച്വൽ കണ്ടന്റ് ഉള്ള ആളുകളാണ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നാണ് പഠനം. നമ്മുടെ ഒരു ധാരണ ദീൻ എന്ന് പറഞ്ഞാൽ നാളെയുടെ ലോകത്തിൽ അള്ളാഹു കാത്തിരിക്കുന്നു, ആ കാത്തിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടാം എന്ന രീതിയിലാണ് നമ്മൾ ഈ ദീനൊക്കെ കൊണ്ടുനടക്കുന്നത്. പക്ഷേ ഈ ലോകത്തിൽ തന്നെ സമാധാനപരമായ ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ദീൻ അനിവാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടി ഒരു മയക്കുമരുന്നിലേക്ക് പോകാതിരിക്കണമെങ്കിൽ, ഒരു കുട്ടി മദ്യപാനത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ, ഒരു കുട്ടി ഉമ്മയെയും ഉപ്പയെയും കൊണ്ടുപോയിട്ട് വൃദ്ധസദനത്തിലേക്ക് ആക്കാതിരിക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ഈ ഇൻസ്പിരേഷണൽ സ്പിരിച്വാലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ആ ഉള്ളിൽ നിന്ന് വരുന്ന അവൻ്റെ ആത്മീയതയാണ് ഇവനെ ഇതിൽ നിന്ന് പിടിച്ചു നിർത്തുന്നത്. ആ ഒരു ലോകത്തെ നമ്മൾ നമ്മുടെ കുട്ടികളെ പരിചയപ്പെടുത്തിയേ പറ്റൂ. ഇവിടെ പിന്നെ എന്താ പറയുക, നമ്മുടെ ഉലമാക്കൾ കൂടി, അതേമാതിരി തന്നെ ഉമറാക്കൾ കൂടി, ഒരുപാട് ആളുകൾ കൂടിയിട്ട് മജ്‌ലിസ് നൂറ് പോലെയുള്ള പരിപാടികളൊക്കെ നടത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? അതിനെ എത്ര നല്ല രീതിയിൽ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. കുറേ ചെല്ലിത്തീർക്കലുകളല്ല. മജ്‌ലിസ് നൂർ എങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഏതായിരുന്നാലും കുറേ ചെല്ലിത്തീർക്കലല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു, കുട്ടികൾക്ക് ഇൻസ്പിരേഷനലായിട്ട് കാര്യങ്ങൾ കിട്ടിയിരിക്കണം. ഫോർ എക്സാമ്പിൾ ചൊല്ലിത്തീർക്കുക എന്നത് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. ദിക്റുകൾ ചൊല്ലിത്തീർക്കാനുള്ളതല്ല, അത് നമ്മുടെ ശ്വാസത്തിലൂടെ ആവാഹിച്ച് ആത്മാവിലൂടെ കടന്ന് അള്ളാഹുവിൻ്റെ അർശിനെ പിടിച്ചു കുലുക്കാനുള്ളതാണ്. നമുക്ക് ഫുതുഹുൽ ഖൽബിൽ കാണാൻ പറ്റും. ഒന്നും കൂടി പറയാം, അത് നമ്മുടെ ദിക്റിലൂടെ കടന്ന്, ഹൃദയത്തിലൂടെ കടന്ന്, ആത്മാവിൽ ലയിച്ച് അള്ളാഹുവിൻ്റെ അർശിനെ പിടിച്ച് കുലുക്കാനുള്ളതിൻ്റെ പേരാണ് ദിക്ർ. അതുകൊണ്ടാണ് ദിക്റെ ഖഫി എന്നൊക്കെ അതിന് പേര് കൊടുത്തത്, അൻഫാസിൻ്റെ ദിക്ർ എന്നൊക്കെ അതിന് പേര് കൊടുത്തത്. നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടിപ്പിക്കലായിട്ടുള്ള ഒരു ലോകമല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. അപ്പം എന്താ നമ്മൾ അതിന് ചെയ്യാൻ നിങ്ങൾ ചോദിക്കും. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓരോ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ മനോഹരമായി സ്നേഹിച്ച് നല്ല രീതിയിൽ കൂട്ടുകാരാക്കാൻ പറ്റുമോ എന്നതാണ്. എങ്ങനെ നടക്കുക? ഈ മഹലിൽ ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടായിരിക്കും. നല്ല ഉമ്മമാരാണ്. ഒരു കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോൾ ആകെ ഇടങ്ങേറായ ബാഗും ചുമന്നുകൊണ്ട് കുട്ടി വന്നിട്ട് സോഫയിൽ ഇത് കൊണ്ടുവന്ന് ഇടുകയാണ്. പഴയ കാലത്ത് ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുന്നുണ്ടോ എന്ന് ഉമ്മ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഞാനൊരു അതിശയോക്തി പറയല്ല. ഞങ്ങളുടെ റോഡിൻ്റെ അരികിൽ ഉമ്മ ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും. എൻ്റെ ഉമ്മൻ്റെ കുറച്ചും കൂടി കൂടുതലുമായിരുന്നു. കാരണം എന്താ, പാവം സ്നേഹം കൊണ്ടായിരിക്കും. കാരണം ആദ്യം ഞങ്ങൾ വരണം, ഞാനും എൻ്റെ ജ്യേഷ്ഠനും, എന്നാലേ ഉമ്മക്ക് സംതൃപ്തി ആവുള്ളൂ. 10ാമത്തെ ആളോ 15ാമത്തെ ആളായിട്ടൊന്നും വരരുത്, എന്താ ആദ്യം വന്നാലും നോക്കും. അങ്ങനെ കാത്തുക്കുമായിരുന്നു. ആ കാത്തു നിന്നിട്ടൊരു ചായ കുടിയുണ്ട്. ആ ചായ കുടി എന്ന് പറഞ്ഞാൽ അരിമണി വറുത്തതും അതിൽ തേങ്ങ ഇട്ടിട്ടൊരു ചായയാണ്. അതിമനോഹരമായ ചായ. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും മനോഹരമായ കോഫി സ്റ്റാർബക്സിൻ്റെതാണെന്നാണ്. സ്റ്റാർബക്സിൻ്റെതാണത്രേ, എനിക്ക് അറിഞ്ഞുകൂടെ അതിൻ്റെ മേൽക്കുണ്ടോയെന്നുള്ളത്. സ്റ്റാർബക്സിൻ്റെത് 200 രൂപ മുതൽ 5000 രൂപ വരെയും 15000 രൂപേൻ്റെ ഒക്കെ കോഫി ഉണ്ട്. അതിനേക്കാളും ടോപ്പാണ് ഉമ്മമാർ അന്ന് നൽകുന്ന ആ ഒരു കാപ്പി എന്ന് പറഞ്ഞാൽ. കാരണം സ്റ്റാർബക്സിലിടുന്നത് കോഫി പൗഡറും ഈ പറയുന്ന ഷുഗറും ഇതൊക്കെ തന്നെയാണ്. ഉമ്മ ഇടുന്നത്
കാത്തിരിപ്പിൻ്റെ, സാന്ത്വനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ദയാനുകമ്പയുടെ, ദീനാനുകമ്പയുടെ പൊടികളാണ് അതിലിടുന്നത്. അത് കണ്ണീരൊലിപ്പിൻ്റെ പൊടികളാണ്. അതുകൊണ്ട് മക്കൾ എത്രമാത്രം അത് കുടിച്ചാൽ എത്രത്തോളം ഉയരുമെന്ന് ഉമ്മക്കറിയാം. ആ ഒരു സ്നേഹത്തോടെ കാത്തു നിൽക്കുമായിരുന്നു. ഇന്ന് ഓരോ ഉമ്മമാരും കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവരൊന്ന് സ്വീകരിച്ചിട്ടൊന്ന് ഇരുത്താൻ പോലും സമയമില്ലാത്ത ഉമ്മമാരാണെന്ന് കൂടുതലും. കാരണം കുട്ടികൾ കയറിയിട്ട് കുട്ടികൾ നേരെ പോയിട്ട് ഉമ്മ ഒരു ഭാഗത്താണ്, ഉമ്മ ഫേസ്ബുക്കിലും വാട്സപ്പിലുമാണ്. പിന്നെ കുട്ടി എവിടുക്കാ പോവുക? കുട്ടി നേരെ പോയിട്ട് എന്ത് ചെയ്യും? ഒന്നുകിൽ ടി വിയുടെ റിമോട്ടിൻ്റെ എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വേറെ ഏതാണ് ഒഴിവ് കിടക്കണ പോകേണ്ടത്, അല്ലെങ്കിൽ കാണുന്ന ഉമ്മാൻ്റെ മൊബൈലും വലിച്ച് എന്നിട്ട് പോകും. കാരണം അത്ര ബന്ധങ്ങളെ ഇന്ന് ഉമ്മമാർക്കും കുട്ടികൾക്കുമുള്ളൂ. ഇന്ന് കണക്ക് കൂട്ടുന്ന തന്ത്രജ്ഞനായി കുട്ടികൾ മാറുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ വരെ സ്ക്രീൻ ടൈമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളത് എടുത്താലും എടുത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു വെച്ച് പോവാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈല് ബ്രെയിൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തെ വരെ ബാധിക്കും. കാരണം ഭക്ഷണം തന്നെ ആസ്വദിച്ച് കഴിക്കേണ്ടതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവർ ഞാൻ കണ്ടിട്ടുള്ളത് ആരാന്ന് വെച്ചാൽ, ഒന്ന് അറബ്സ് ആയിട്ടുള്ള ആളുകളും, മറ്റൊന്ന് അവരധികം ഒന്നും കഴിക്കാൻ നിൽക്കില്ല, മറ്റൊന്ന് യൂറോപ്യൻസുമാണ്. ഞാൻ യൂറോപ്യൻസിനെ വാഴ്ത്തല്ല. അവരൊരു കോഫി കുടിക്കുമ്പോൾ വരെ അതിലേക്ക് ചിന്തിച്ച് അതിലേക്ക് ആലോചിച്ചിട്ട്, യൂറോപ്പ് പോയവർക്കറിയാലോ, അത് സിപ്പ് കുടിക്കുമ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ ഒന്ന് അടച്ച് ഇങ്ങനെ ഇവർ കുടിക്കുക. കാരണം ആസ്വദിച്ച് കുടിക്കുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മളിതിങ്ങനെ ചോറത്തേക്കാ കണ്ട് ഇറച്ചി കഷ്ണം എത്ര പോയെന്നറിയില്ല, ചിക്കൻ്റെ കഷ്ണം എത്ര പോയെന്നറിയില്ല. കാരണം ഇവിടെ ഫേസ്ബുക്കിലാണ്, ഇവിടെ വാട്സപ്പിലാണ് കുട്ടികൾ മുഴുവൻ ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ. ഞാൻ ഇന്നൊരു വീട്ടിൻ്റെ മുറ്റത്തിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അവിടുത്തെ ആ കുട്ടിക്ക് ആകെ 1.5 വയസ്സായിട്ടുള്ളൂ. അതിൻ്റെ ഉമ്മ ഇതിൽ ചോറ് കൊടുക്കുന്നത് ഈ മൊബൈൽ കൊടുത്തുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ കുട്ടിക്ക് തോണ്ടാൻ തന്നെ അറിയില്ല, എന്നിട്ട് കുട്ടി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികളുടെ കണ്ണിന് ഐ ഡ്രൈനസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അവിടെ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കറിയാം. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നത് മെഡിക്കൽ രംഗത്ത്. അതിൽ ഒന്ന്, ആകെ 10 എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ഐ ഡ്രൈനസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ചലിക്കേണ്ട ഒരു സാധനമാണ്. കണ്ണിങ്ങനെ സഞ്ചരിച്ചാലേ ഇത് നടക്കും. ലോകത്തിൽ ഏറ്റവും ടഫായിട്ടുള്ള എക്സസൈസ് അറിയുന്നവരോട് ചോദിച്ചു നോക്കുക, അത് കണ്ണിൻ്റെ എക്സസൈസാണ്. നിങ്ങൾ വിചാരിക്കും കയ്യിൻ്റെതാണ്, കാലിൻ്റെതാണ്, ബ്രെയിൻ്റെതാണെന്നൊക്കെ. കണ്ണിൻ്റെ എക്സസൈസ് ഭയങ്കര ടൈറ്റാണ്. നിങ്ങളത് കറക്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കിയാട്ടെ നമുക്ക് തല കറങ്ങാൻ തുടങ്ങും. കറക്റ്റായിട്ട് കണ്ണിൻ്റെ എക്സസൈസ് ചെയ്ത് നോക്കിയാട്ടെ നമുക്ക് ഭയങ്കരമായിട്ടൊരു പ്രഷർ വരാൻ തുടങ്ങും. കാരണം കണ്ണിൻ്റെ എക്സസൈസ് ചെയ്യുന്നവരോട് ചോദിച്ചു നോക്കുക. കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് 4 വട്ടം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴത്തേന് കണ്ണിൻ്റെ താളം തെറ്റും, മേലേക്കും താഴത്തേക്കും. പിന്നെ ഇവിടെ പിടിച്ചിട്ട് മസാജ് ഉണ്ട്, സൈഡിൽ മസാജ് ഉണ്ട്, നടുക്ക് മസാജ് ഉണ്ട്, ഉള്ളിൽ മസാജ് ഉണ്ട്, റൗണ്ട് മസാജ് ഉണ്ട്. കണ്ണിന് എന്തൊക്കെ എക്സസൈസ് ഉണ്ടെന്നറിയോ? ഈ കണ്ണുകളൊക്കെ ഇത്ര മനോഹരമായിട്ട് നിൽക്കുന്നത് ഐ ഡ്രൈനസ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഉള്ളിലൊരു തരം ഒരു വാതകമുണ്ട്. ആ സാധനം വരണ്ട് പോയാൽ ഒരേപോലെ കണ്ണിങ്ങനെ നിന്നാൽ കുട്ടികൾക്ക് ബാലൻസ് തെറ്റിപ്പോവും. ഞാൻ വെറുതെ ഇങ്ങനെ പ്രസംഗിക്കല്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ രീതിയിൽ ഇതിൻ്റെ ലേഖനങ്ങൾ പഠിക്കുന്ന കേരളത്തിലെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് സംസാരിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കുട്ടികൾ ഇങ്ങനെ 2.5 മണിക്കൂർ ഇങ്ങനെ നോക്കി അതേപോലെ തന്നെ നോക്കി നിന്നാൽ ഭാവിയിൽ വരാനിരിക്കുന്ന അസുഖം എന്തെന്ന് ചോദിച്ചാൽ, പണ്ട് 70 വയസ്സ് 80 വയസ്സായ ആളുകൾക്ക് ബാലൻസ് തെറ്റുന്നൊരു രോഗം ഉണ്ടായിരുന്നു. ഇപ്പോഴുണ്ടത്. അതിപ്പോൾ കുട്ടികൾക്കായി മാറി. ഇപ്പോൾ ഈ അടുത്തിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 12 വയസ്സായ കുട്ടി, 10 വയസ്സായ കുട്ടികളൊക്കെ അറ്റാക്കിൽ മരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടാരെങ്കിലും 12 വയസ്സായ കുട്ടികളൊക്കെ അറ്റാക്കിൽ മരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ വളരെ ശ്രദ്ധിച്ച് കേട്ടോളി. ഈ കുട്ടികളെ സ്ക്രീൻ എന്ന് പറയുന്ന സാധനത്തിൽ, അതിൻ്റെ ഒരു പഠനത്തിൽ വരുന്നത്, ഈ കുട്ടികൾ ഇതിങ്ങനെ കാണുമ്പോൾ ടെറിബിളായ സാധനങ്ങൾ കാണുന്നുണ്ട്. ഇത് ഈ കുട്ടികളുടെ മനസ്സിൽ അങ്ങനെ കിടക്കുകയാണ്. ഇതൊരു ഭീതിയായിട്ട് വരികയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ വാട്സപ്പിൽ ഒരിക്കൽ എൻ്റെ ഒരു മോനൊരു സംഭവം പറ്റി. എൻ്റെ ചെറിയ മോന് അവനൊരു ദിവസം എഴുന്നേറ്റും കണ്ടിരുന്നിട്ട് പാമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബെഡിൽ തപ്പണ്. ഞാനും വിചാരിച്ചു ഇതെന്താ പാമ്പ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഷിഷ് തെറാപ്പി എന്ന് പറഞ്ഞ തെറാപ്പി ഉണ്ട്. സൈക്കോളജി പഠിച്ചവർക്കറിയാം, തെറാപ്പി പഠിച്ചവർക്കറിയാം. കാരണം കണ്ണടപ്പിച്ച് കുട്ടീനെ ആ പാമ്പ് വീണ്ടും കാണിപ്പിച്ച് പാമ്പ് ഇങ്ങനെ ഒഴുകിങ്ങനെ വരും, എന്നിട്ട് പുറത്തേക്ക് കളയലാണ്. അതിന് ഷിഷ് തെറാപ്പി എന്നാ പറയാം. എല്ലാ വാപ്പാരും ഇപ്പോൾ അത് പഠിച്ചിട്ടുണ്ടാവുമോ? ഇനി പഠിച്ചവർക്കൊന്ന് ചെയ്യാൻ പറ്റുമോ? നമ്മളത് ചെയ്തിട്ട് അങ്ങനെ അന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രം നമ്മൾ ചെയ്തെന്ന് വിചാരിച്ചിട്ടെല്ലാം സക്സസ് ആവുമോ? ഇല്ലല്ലോ. ഞാൻ കുട്ടീനെ എന്ത് ചെയ്തു? ഷിഷ് തെറാപ്പി ചെയ്തിട്ട് ആ പാമ്പ് പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ നിന്ന് പോയി. അപ്പോൾ എന്താ ചോദിച്ചറിഞ്ഞപ്പോൾ, ഉമ്മാൻ്റെ മൊബൈൽ എന്തോ എടുത്ത സമയത്ത് പാമ്പുകളെ മൊത്തത്തിലൊരു ചാക്കുന്ന് കൊട്ടുന്നത് കണ്ടതാണ്. അപ്പോൾ അതിൽ ഏകദേശം 100-150 പാമ്പുകളുണ്ടായിരുന്നു, ചെറുതും വലുതായിട്ടുള്ള. അത് കംപ്ലീറ്റ് ഇങ്ങനെ പോണത് കണ്ടപ്പോൾ വന്നൊരു ഭയമാണ്. ഇതേ സാധനം മതി കുട്ടികൾക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ. കുട്ടികൾ കണ്ടിട്ടുണ്ടോ? ചെറുപ്പം മുതലേ നന്നായിട്ട് സംസാരിക്കുന്ന മക്കൾ അവർ പിന്നെ കുറേ കഴിഞ്ഞാൽ സംസാരിക്കാതാകുന്നു. ഈ സംസാരിക്കാതാകുന്ന ഒന്ന് മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ്. നന്നായിട്ട് സംസാരിക്കുന്നവർ സൈലൻ്റ് ആകും,
സൈലൻ്റ് ആയ ആൾക്കാർ വൈബ്രൻ്റ് ആവും. ഇതൊക്കെ മയക്കുമരുന്ന് മാത്രമല്ല, മൊബൈൽ അഡിക്ഷൻ കൂടി ഭയപ്പാട് വന്നാൽ പ്രസംഗിക്കുന്ന ആൾക്കാരുടെ പ്രസംഗം വരെ പോവും. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ട് പെനാൽറ്റി കിക്ക് ചെയ്യുന്ന വേൾഡ് കപ്പിൽ അടിക്കുന്ന ആൾക്കാരാണ്. സീക്കോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ, അദ്ദേഹം അന്ന് ബ്രസീലിൻ്റെ കളിക്കാരനാണ്, പഴയ ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും. അദ്ദേഹത്തിൻ്റെ അതൊന്ന് വായിച്ചു നോക്കുക നിങ്ങൾ. സീക്കോ എന്ന് പറഞ്ഞാൽ ആ ഗോള് താളം തെറ്റിയാൽ അന്ന് ബ്രസീൽ തോൽക്കും. അവസാനത്തെ പെനാൽറ്റിയാണ്. ആ പെനാൽറ്റി അടിക്കുന്ന സമയത്ത്, ഇങ്ങനെ പറയുമ്പോൾ ഉസ്താദന്മാർക്കൊന്നും തോന്നരുത് കേട്ടോ, പറഞ്ഞാൽ ഉദാഹരണം അവർക്ക് മനസ്സിലാവുള്ളൂ. അന്ന് ബ്രസീൽ തോൽക്കും സീക്കോയുടെ അടി പോയാൽ. ആ ലാസ്റ്റ് അടി, അതിലൂടെയാണ് ഇവരെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുക. അതടിക്കാൻ വേണ്ടിയിട്ട് വെച്ച സമയത്ത് സീക്കോ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ താളം തെറ്റിയെന്ന് മാത്രമല്ല, പന്ത് തെറിച്ചുപോയി. സത്യത്തിൽ ഗാലറി മുഴുവൻ വിളിച്ചു പറഞ്ഞത് സീക്കോയുടെ പേരാണ്. ലോകം മുഴുവൻ ആഗ്രഹിച്ച കാരണം ഇടത് കാല് കൊണ്ട് സ്വതസിദ്ധമായ ശൈലിയിൽ ഗോൾ അടിക്കുന്ന അതീവ ഗംഭീര കളിക്കാരനാണ് അദ്ദേഹം. പക്ഷേ അന്ന് താളം തെറ്റി. അതിനെക്കുറിച്ച് സീക്കോ പറയും. അദ്ദേഹത്തിന് പിന്നെ ലണ്ടനിലേക്ക് നാട് കടത്തി. മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് പിന്നെയും നാട്ടിൽ പ്രശ്നങ്ങളുണ്ടായി. പഴയ കാര്യങ്ങൾ വായിക്കും. ഞാൻ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഇതൊക്കെ കുട്ടികൾക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചു വെക്കാറുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ താളം തെറ്റാനുള്ള കാരണം എന്താണെന്നറിയോ? മാനസിക പീഡയാണ്. എന്ന് വെച്ചാൽ ഇതെങ്ങാനും അവസാനിച്ച് കഴിഞ്ഞാൽ, ഇതാ എൻ്റെ ഈ താളം തെറ്റിയാൽ എൻ്റെ ഈ രാജ്യം തോൽക്കുമല്ലോ എന്ന പേടി കൊണ്ടാണ് ഇൻ്റർനാഷണൽ ഫുട്ബോളേഴ്സിൻ്റെ വരെ കാലുകൾ താളം തെറ്റുന്നത്. ഈ അടുത്തിടെ ഷട്ടിൽ ബാറ്റിൽ ഒരുപാട് ആൾക്കാർ ഷട്ടിൽ കളിച്ചിട്ട് എന്തായി? പഴഞ്ഞു വീണ് മരിച്ചു. കുറേ ആൾക്കാർ ഫുട്ബോൾ ഗ്രൗണ്ടിൽ മരിച്ചു. എന്താ കാരണം എന്നറിയോ? അതിനെപ്പറ്റി പ്രധാനമായും പറയുന്നത് ഇവരെന്താക്കുന്നു, ഈ കളിയിൽ പ്രഷറോട് കൂടി കളിക്കുന്നു എന്നുള്ളതാണ്. കാരണം 20 പോയിന്റ് എടുക്കുക എന്നതാണ്. ഞാനിത് പറഞ്ഞത് വേറൊരു കാര്യത്തിനാണ്. 20 പോയിന്റ് എടുക്കാൻ വേണ്ടി അവസാന 18, 19 എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കളിയുണ്ട്. ആ കളിയിൽ സമ്മർദ്ദം കണ്ട് കൂടുകയാണ്. ഇതെല്ലാം കൂടി മനുഷ്യൻ്റെ മനസ്സിനെ ഭേദിച്ചുകൊണ്ട് സൈക്കോസൊമാറ്റിക് ആയിട്ട് മാറുകയാണ്. എന്താ സൈക്കോസിസ്, എന്താ ന്യൂറോസിസ്, എന്താ സൈക്കോസൊമാറ്റിക്? ഞാൻ എൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതല്ല. സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ മാത്രം ബാധിക്കുന്ന രോഗങ്ങളെയാണ് സൈക്കോസിസ് എന്ന് പറയാം. ന്യൂറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുന്ന അസുഖത്തെയാണ് ന്യൂറോസിസ് എന്ന് പറയാം. സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞാൽ മാനസിക ജന്യ ശാരീരിക രോഗമാണ്. മനസ്സിൽ നിന്ന് ജനിക്കുന്ന ശരീരത്തിൻ്റെ രോഗം. ഉദാഹരണം പറഞ്ഞാൽ, കുട്ടിക്കാലത്ത് നമുക്ക് പേടി വന്നാൽ പനി വരുമായിരുന്നു. പേടി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെതാണ്. പനിക്കൽ പക്ഷേ ശരീരമാണ്. ടെൻഷൻ വന്നാൽ തലവേദനിക്കും. ഇപ്പോഴും ചിലർക്ക്, പെണ്ണുങ്ങൾക്കൊക്കെ അത് കൂടുതലുള്ളത്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെതാണ്, വേദനിക്കുന്നത് തലയാണ്. ഇങ്ങനെ ശരീരം മനസ്സിന് വേണ്ടി ഒരുങ്ങിക്കൊടുക്കുന്നതിൻ്റെ പേരാണ് മാനസിക ജന്യ ശാരീരിക രോഗം. മനസ്സിൽ നിന്ന് ജനിക്കുന്ന ശരീരത്തിൻ്റെ രോഗം, അതിൻ്റെ പേരാണ് സൈക്കോസൊമാറ്റിക്. ഒട്ടുമിക്ക ഈ കൊറോണയെക്കുറിച്ചൊരു പഠനം ഉണ്ടല്ലോ, ഞാൻ ലേഖനങ്ങൾ വായിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞത്. നല്ല അടിപൊളി അക്കാഡമീഷ്യൻസും യൂണിവേഴ്സിറ്റിയിൽ നടന്ന പ്രബന്ധങ്ങൾ. അതിൽ ഈ പറയുന്ന നമ്മുടെ ഈ കൊറോണയിൽ അധികം ആളുകളും മരിച്ചത് സൈക്കോസൊമാറ്റിക് കൊണ്ടാണെന്നാണ്. എന്ന് വെച്ചാൽ അപ്പുറത്തുള്ള മരിച്ചോണ്, ഞാൻ മരിക്കുമോ എന്ന പേടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടികൾ കാണുന്നത്, അവർ സെർച്ച് ചെയ്യുന്നത് ഭീകരമായ ഗെയിമുകളും ഭീകരമായ അവസ്ഥകളും, രാത്രിയുടെ നിശബ്ദതയിൽ ഇവരിരുന്നിട്ട് 4 ആൾക്കാരോട് കൂടെ കളിക്കലും, തോക്ക് വെച്ച് പോകലും, ഇതെല്ലാം കൂടി ഒരു ഭീകരമായൊരവസ്ഥ വരുമ്പോൾ ഒന്നുകിൽ അവന് ഇങ്ങനത്തെ പ്രശ്നം വരും, അല്ലെങ്കിൽ അവൻ്റെ നേച്ചറും കൾച്ചറും മാറും. എപ്പോഴും വെടിവെച്ച് തകർത്ത് പോകുന്ന ആൾക്ക് അക്യുമുലേഷൻ എന്നൊരു സാധനമുണ്ട്. അതാണ് അഡിക്ഷൻ. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് സാധനമാണോ ചെയ്യുന്നത്. ഇപ്പോൾ അതാ ഉസ്താദുമാർ, ഇദ്ദേഹം കുറേ കൊല്ലങ്ങളായി നിങ്ങളുടെ ഖത്തീബായിട്ട് വന്ന ആളാണ്. നമ്മൾ പഴയ പരിചയക്കാരനും ഇപ്പോൾ കൂടുതൽ പരിചയക്കാരനുമാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാൾ കൂടുതലും അറബി കിതാബുകളെ പഠിച്ചത്. കാനവ ഹവാത്തുഹ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് വരും. കാന സ്വറ അസ്ബഹ അംസാദല്ല ബാത്ത മാസാല മാംഫരിയ മാംഫക മാദാമ ലൈസ. പക്ഷേ ഞാനത് പഠിപ്പിക്കാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് മിസ്സാവും. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ പണ്ട് പഠിച്ചിട്ടേ ഉള്ളൂ, പിന്നെ ഞാനത് പഠിപ്പിച്ചിട്ടില്ല. ഇന്ന അന്ന ലാക്കിന്ന ലൈത്ത ലാല്ല എന്ന് പറയുന്നത് അവർക്കത് പറയാൻ മടിയില്ല. കാരണം ഞാനത് പിന്നെ പഠിപ്പിക്കാത്തതുകൊണ്ട് പ്രശ്നമാണ്. ഇംഗ്ലീഷിൽ ഗ്രാമർ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് നന്നായിട്ട് അറിയും. നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും ഗ്രാമർ ചിലപ്പോൾ അറിയണമെന്നില്ല. കാരണം അത് പഠിപ്പിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. ഒരാൾ സൈക്കിൾ ചവിട്ടി പോയാൽ അയാൾ സൈക്കിളിൽ എക്സ്പെർട്ടാവും. ഒരാൾ കണ്ടിട്ടില്ലേ നിങ്ങൾ ഈ സർക്കസുകാരൊക്കെ 6 വാളുകൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടുമ്പോൾ, എന്നിട്ട് അത് കിടക്കുമ്പോൾ ഒരു വാൾ ഇവിടെ, ഒരു വാൾ ഇവിടെ, അയാളുടെ മേലൊരു വാളും കൊള്ളൂല. നമ്മൾ കണ്ടായിരിക്കും എന്തൊരു അതിശയാന്ന്. അയാൾ 100 വട്ടം 1000 വട്ടം ചെയ്തിട്ടാണ് ആ വട്ടത്തിലേക്ക് എത്തിയത്. ബ്രൂസ്ലി പറയുന്നുണ്ട്, 1000 അഭ്യാസങ്ങൾ ചെയ്തവൻ എനിക്ക് ഭയമില്ല, 1000 അഭ്യാസങ്ങൾ പഠിച്ചവൻ എനിക്ക് ഭയമില്ല, ഒരേ അഭ്യാസം 1000 തവണ പഠിച്ചവൻ എനിക്ക് ഭയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയൊരു അഭ്യാസി പറഞ്ഞ കാര്യമാണത്. ഒന്നും കൂടി പറയാം, 1000 അഭ്യാസം പഠിച്ചവൻ എനിക്ക് ഭയമില്ല, പക്ഷെ ഒരേ അഭ്യാസം 1000 തവണ പഠിച്ചവനെ, 1000 തവണ പ്രാക്ടീസ് ചെയ്തവനെ എനിക്ക് ഭയമാണ്. എക്സ്പീരിയൻസ്, അതിൽ നിന്നാണ് ഓരോന്നുണ്ടാവുക. ഈ കുട്ടികളുടെ ഗെയിം അത് നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയി അവരുടെ പ്രകൃതം മാറും.
കാരണം ഇവർ പഠിക്കുന്നതൊക്കെ അതാണ്, ഇവർ കേൾക്കുന്നതൊക്കെ അതാണ്, ഇവരുടെ രീതികളൊക്കെ അതാണ്. എന്തുകൊണ്ടാണ് കൂളായിട്ട് ഈ കുട്ടികൾക്ക് മറ്റുള്ള സമുദായക്കാരുടെ കൂടെ ചാടിപ്പോകാൻ തോന്നുന്നത്? നിങ്ങൾക്ക് തോന്നുന്നില്ലേ, പടച്ചോനെ എന്താ ഇത് പറ്റിയത്? ഇവൾക്ക് ഉമ്മാനോട് സ്നേഹമില്ലേ, അവരോട് സ്നേഹമില്ലേ, ഇവരോട് സ്നേഹമില്ലേ? അക്യുമുലേഷനാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഓരോ കുട്ടിയും കേൾക്കുന്ന കഥകളത്, കാണുന്ന കാഴ്ചകളത്, സിനിമകളത്, ഇതിൻ്റെ ഓരോരോ കാര്യങ്ങൾ വന്നിട്ട് ഇവരുടെ മനസ്സിൽ അതിനെക്കുറിച്ചിട്ടുള്ള ആ ഗാംഭീര്യം പോയി പോവാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഉസ്താദുമാർക്കൊന്നും വലിയ ശീലമൊന്നും ഉണ്ടാവില്ല. പണ്ട് കാലത്ത് സിനിമാ ഹാളിൽ പോയിട്ടൊരു സിനിമ ആണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോക്കും, പടച്ചോനെ പാപ്പാൻ്റെ കൂട്ടുകാരുണ്ടോ, വല്യപ്പാൻ്റെ കൂട്ടുകാരുണ്ടോ, അപ്പാൻ്റെ കൂട്ടുകാരുണ്ടോ? അന്ന് സിനിമ ഒന്നും നല്ലപോലെ കണ്ടിട്ടുണ്ടാവില്ല, ഇവരൊക്കെ ഉണ്ടോ എന്നുള്ള ആ ധാരണ ആയിരിക്കും ഉണ്ടാവും. ഞാനൊരു ഉദാഹരണം പറയാം. കുറേ വട്ടം പിന്നെ പോയാൽ പിന്നെ ആരെ നോക്കണം, ആരുണ്ടായാൽ എന്ത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെന്തായി, ഒരു അഡിക്ഷനായി മാറി. അഡിക്ഷൻ ആകുമ്പോൾ അതിനോടൊരു പ്രശ്നം വരില്ല. അപ്പം കുട്ടികൾ കേൾക്കുന്നതത്, കാണുന്നതത്, മനസ്സിലാക്കുന്നതത്, അതിൻ്റെ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർ നേരെ ഓപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. ഗെയിമിലെ കളികൾ, ആ കളികൾ നെഗറ്റീവായി എപ്പോഴും നിങ്ങൾ അറിയുന്നുണ്ടോ കുട്ടികൾ ഏത് ഗെയിമാണ് കളിക്കുന്നത്? എന്നാൽ അപ്പം അതിൻ്റെ അർത്ഥം ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കുക, എടുത്തേക്കുക, അതും പറ്റൂല. കാരണം ആധുനിക തലമുറയിലെ കുട്ടികളുടെ ജീവാംശമാണ് സത്യം പറഞ്ഞ മൊബൈൽ. ഏതുപോലെ പണ്ടൊക്കെ മാംസ ബുക്ക്, സസ്യ ബുക്ക് എന്ന് പറയുന്നത് പോലെ 3 ബുക്കാണല്ലോ ഉള്ളത്. ഒന്ന് പറഞ്ഞാട്ടെ ഏതൊക്കെ? മാംസ ബുക്ക്, സസ്യ ബുക്ക്, മിശ്ര ബുക്ക്. മിശ്ര ബുക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഇറച്ചിയും എല്ലാം കൂടി കഴിക്കുന്നത്. നമ്മൾ മിശ്ര ബുക്കാണ്. മാംസ ബുക്ക് മാത്രമാണ് സിംഹം, പുലി പോലുള്ളതൊക്കെ മാംസേ കഴിക്കുള്ളൂ, പുല്ലൊന്നും കഴിക്കൂല. ഗതി കെട്ടാ പുലി പുല്ലും തിന്നു പക്ഷെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. എന്നാൽ സസ്യ ബുക്കാണ് ഏത്? ഈ പശു, ഇത് അവർക്ക് കൊണ്ടായിട്ട് ഇറച്ചി കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതും വലിയ ദുരന്തം തന്നെയാണ്. നമ്മൾ മിശ്ര ബുക്കാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ബുക്കും കൂടി ഉണ്ട്, ഇപ്പം ഇറങ്ങിയ സാധനമാണ്. അതെന്താ അറിയോ? ടെക് ബുക്ക്. ഈ 3 ചേർത്തതല്ല, എന്നാലും പറയപ്പെടുന്ന ഒരു പേരാണ് ടെക് ബുക്ക്. മാംസമില്ലാതെ ജീവിക്കാൻ പറ്റൂല, സസ്യമില്ലാതെ ജീവിക്കാൻ പറ്റൂല, ഇതേമാതിരി ടെക്നോളജി ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. നിങ്ങളൊരു പുറത്തേക്ക് നിസ്കരിക്കാൻ പോയി മൊബൈൽ എടുക്കാൻ മറന്ന് നിസ്കാരത്തിൽ ഫുള്ള് ഓർമ്മ വരുള്ളൂ. പക്ഷേ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടാവുമോ, ആരെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടാവുമോ? ഒരു 10 മിനിറ്റ് പോലും നമുക്ക് ഇതിൽ നിന്ന് വിട്ടിക്കാൻ പറ്റണില്ല. ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ വിട്ടിക്കാൻ പറ്റുന്ന നിവൃത്തിയില്ലായിട്ടാണ്. ഇപ്പോൾ 2 മണിക്കൂർ പ്രസംഗത്തിൽ ഇത് എവിടെ നിന്ന് എടുക്കാനാണ്? അങ്ങനെ ഒഴിവാക്കി ശീലിക്കണം. നമ്മൾ ഒഴിവാക്കി ശീലിച്ചേ പറ്റൂ. നമ്മൾ പുറത്തൊക്കെ ഇത് കണ്ടെത്തിയ ആൾക്കാർ കുറേശ്ശെ ഉപയോഗിക്കുള്ളൂ. ഞാൻ സായിപ്പന്മാരെങ്ങനെ ഉയർത്തി പറയല്ലോ, നിങ്ങൾ ക്ഷമിക്കണേ. കാരണം ആൾക്കാർ പോയി അതാകാനല്ല ശ്രമിക്കുന്നത്. അവരെന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണേ. അവർ ഫോണ് വിളിക്കേണ്ട ആൾക്ക് വിളിച്ചിട്ട് സംസാരിച്ചിട്ട് കുറഞ്ഞ നേരം സംസാരിക്കുള്ളൂ. നമ്മളിങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയാൽ 1 മണിക്കൂർ അത് വെക്കാൻ. എന്നിട്ട് കുറഞ്ഞ വാക്കുകൾ സംസാരിച്ച് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഈ സാധനത്തിലുണ്ട്. ഒരുപാട് ഓപ്ഷൻ മൊബൈലുണ്ട്, അതിലൊരു ഓപ്ഷനാണ് സ്വിച്ച് ഓഫ്. സ്വിച്ച് ഓഫും ചെയ്തിട്ട് ഒറ്റ വെക്കലാണ്. എന്നിട്ട് അവർ പുസ്തകം വായിക്കാനിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും സായിപ്പന്മാർക്ക് വട്ടാണ്. അവരതൊക്കെ കണ്ടെത്തുന്നത്, അവരാ നമുക്കിതൊക്കെ തരുന്നത്, അവരതിൻ്റെ കച്ചവടം നടത്തുന്നത്. എന്നിട്ട് അവരൊക്കെ നല്ല ഉഷാറായിട്ട് ജീവിക്കുക. നമ്മൾ എപ്പോഴും ഈ ഒരു ലോകത്ത് തന്നെയാണ് താൻ.